പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31-ാം വാക്യം മുതൽ. ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനഭാഗമാണെങ്കിലും ഇപ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പുതിയ ഒരർത്ഥം അല്ലെങ്കിൽ ഒരു ഡൈമെൻഷൻ വെളിവായി കിട്ടുകയാണ്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും നോട്ടീസ് ചെയ്തത്, ഈ പിശാച് ബാധിതൻ ഇരുന്നിരുന്നത് അല്ലെങ്കിൽ വസിച്ചിരുന്നത് സിനഗോഗിൻ്റെ ഉള്ളിലാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ ജൂതന്മാരുടെ ദേവാലയം. അത്രയും വിശുദ്ധമാകേണ്ട സ്ഥലത്താണ് അശുദ്ധാത്മാവ് ബാധിച്ചവൻ വസിച്ചിരുന്നത്. അപ്പോൾ അശുദ്ധാത്മാവും അവിടെ തന്നെ വസിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചവന് അവിടെ താമസിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ വിശുദ്ധിയുടെ ഇടങ്ങളിൽ പോലും അശുദ്ധാത്മാവ് വിഹരിക്കുന്നു. വിശുദ്ധരായിരിക്കേണ്ടവരെ പോലും അശുദ്ധാത്മാവ് വിഴുങ്ങിക്കളയുന്നു. ഇത് സിനഗോഗിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. പിന്നെ അശുദ്ധാത്മാക്കൾ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കടൽ തീരത്ത്, മരുഭൂമിയിൽ, 3 സ്ഥലങ്ങളിലാണ് അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവർ വസിച്ചിരുന്നതായി പുതിയ നിയമത്തിൽ പറയുന്നത്. കടൽ തീരത്ത്, മരുഭൂമിയിൽ, സിനഗോഗിൽ. അത് എനിക്ക് ആക്ച്വലി ഇറ്റ് വാസ് ഷോക്കിംഗ് ടു മീ. ഒരു പള്ളിയുടെ ഉള്ളിൽ അശുദ്ധാത്മാവ് ബാധിച്ചവർ വസിക്കുന്നു. വന്നുപോവല്ല, അവിടെ വസിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ പല പല പ്രശ്നങ്ങളുടെയും നിദാനം. അപ്പോൾ എന്നിട്ട് ക്രിസ്തു അവനോട് പറയുന്നു, ഇറങ്ങിപ്പോവുക. അപ്പോൾ അവർ പറയുന്നു, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു? ന്യായീകരണങ്ങൾ വരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവർക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ
ആ അവനെ വിട്ട്, ആ വ്യക്തിയെ വിട്ട് പോകുന്നു. അപ്പൊ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോ ഈ വിശുദ്ധമായ സ്ഥലങ്ങളിൽ വിശുദ്ധിയോടെ വർത്തിക്കേണ്ടവർ വിശുദ്ധിയില്ലാതെ വർത്തിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അവർ അശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. പിശാച് അവരെ വശീകരിച്ചിരിക്കുന്നു. പക്ഷേ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വചനാധിഷ്ഠിതമായി നമ്മൾ നേരിടുകയും ധൈര്യപൂർവ്വം നേരിടുകയും ചെയ്താൽ പിശാച് അവരെ വിട്ട് പോകും. അതോടെ അവർ വീണ്ടും വിശുദ്ധിയുള്ളവരായിത്തീരും. അപ്പം അതുകൊണ്ട് ഒരാള് അശുദ്ധിയിൽ വർത്തിക്കുകയാണെങ്കിൽ നമ്മളെ അവർ വെറുക്കുകയല്ല വേണ്ടത്. അവരെ ഒരിക്കലും വെറുക്കരുത്. കാരണം അയാളല്ല അത് ചെയ്യുന്നത്. അയാളിൽ വസിക്കുന്ന അശുദ്ധാത്മാവാണ് അയാളെ കൊണ്ട് അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് ആധ്യാത്മികമായി അങ്ങനെയുള്ളവരിൽ വസിക്കുന്ന അശുദ്ധാത്മാവിനെ നേരിടുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുമെങ്കിൽ അവരുടെ നെറ്റിയിലൊക്കെ കുരിച്ചു വരയ്ക്കുകയും അവരുടെ വിശുദ്ധ അന്നാവെള്ളം തളിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൈവപ്പ് ശുശ്രൂഷ, അതുപോലെ ഇഫ് യു കൺഫ്രണ്ട് ദം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, അശുദ്ധാത്മാവ് അവരെ വിട്ടു പോകും. കാരണം ക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പിൽ അശുദ്ധാത്മാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അശുദ്ധാത്മാവ് അവരെ ഒഴിഞ്ഞു പോകുമ്പോൾ അവർ വീണ്ടും വിശുദ്ധിയുള്ളവരായിത്തീരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ലെസൺസ്, ഒന്നാമത് ഈ അശുദ്ധാത്മാവ് ബാധിച്ചവർ വിശുദ്ധിയുടെ ഇടങ്ങളിൽ കാണപ്പെടാം, എവിടെ വേണമെങ്കിലും കാണപ്പെടാം. അപ്പോൾ പിന്നീട് നമ്മൾ അയാൾക്ക് അശുദ്ധിയുണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഒറ്റപ്പെടുത്തുക എന്നതിന് പകരം അയാളെ സ്നേഹിക്കുകയും അയാളിലെ അശുദ്ധാത്മാവിനെ നമ്മൾ നേരിടുകയും വെറുക്കുകയും തുരത്തുകയും വേണം. അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ശുദ്ധിയുള്ളവനായി തീരുന്നു. അശുദ്ധാത്മാവിൻ്റെയും ഒരു ഭാവങ്ങളൊക്കെ ഇന്നത്തെ ലോകത്തിൽ മാറി മാറിയാണ് വരുന്നത്. ഞാൻ അടുത്തൊരു എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫ്യൂണറലിന് പോയിരിക്കുകയാണ്. കുറേ അവരുടെ മകൻ പുരോഹിതനാണ്. അപ്പോൾ ഒത്തിരി പുരോഹിതന്മാർ അവിടെയുണ്ട്. അപ്പോൾ എന്ത് വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ച ഒരു പണ്ഡിതനായ പുരോഹിതൻ. അപ്പം അത് ഞാനൊരു ഭാണ്ഡക്കെട്ടാണ്. പണ്ഡിതനായ പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു അനൗൺസ്മെൻ്റ് വരികയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച അച്ഛൻ സോ ആൻഡ് സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടറാണ്. ആർക്ക് വേണമത്? അവിടെ ഈ വിശുദ്ധിയുടെ ഇടങ്ങളിൽ അശുദ്ധിയുടെ ആത്മാവ് വിലസുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചെന്ന് നോക്കിയിട്ടാണോ ദൈവം ഇത് സ്വീകരിക്കുന്നത്? അപ്പോൾ ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ പാണ്ഡിത്യം ഒരു അശുദ്ധാത്മാവായി അവരെ, പാണ്ഡിത്യവും സ്ഥാനവുമൊക്കെ അശുദ്ധാത്മാക്കളായി ആ വ്യക്തിയെ വരിഞ്ഞു മുറുക്കുന്നു. അതുപോലെ ഇതുപോലത്തെ സ്തുതി പാഠകരും
ആ വ്യക്തിയെ ആ വ്യക്തിയിലെ അശുദ്ധാത്മാവിനെ പോഷിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ സട്ടിലായിട്ടാണ് ഈ അശുദ്ധാത്മാക്കൾ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിലൊക്കെയാണ് അശുദ്ധാത്മാക്കൾ വിശുദ്ധിയുടെ ഇടങ്ങളിൽ വിരാജിക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഞാനെന്ന് ഇപ്പോൾ വേറൊരു സമയത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അതും ഒരു ശവദാഹ ഒരു ഫ്യൂണറൽ സർവീസിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പുരോഹിതനോടെ വന്നിരുന്നു. അവിടെ ആ പള്ളിക്കകത്ത് ഇരുന്നിട്ട് ഏറ്റവും ഉച്ചത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആ പുരോഹിതനാണ്. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട വ്യക്തി ആ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കുറച്ച് സിംഗടികളൊക്കെ ചുറ്റിനും കൂടിയുണ്ട്. ഈ പുരോഹിതൻ അവിടെ കസേരയിലിരിക്കുന്നു. എന്നിട്ട് ഉച്ചത്തിൽ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ദേവാലയം പ്രാർത്ഥിക്കാനുള്ളതാണ് എന്നല്ലേ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിശുദ്ധിയായി സൂക്ഷിക്കണ്ടേ? പക്ഷേ അതേസമയം നമ്മൾ വേറെ പുരോഹിതന്മാരെ കാണുന്നു. അതായത് ദേവാലയത്തിനകത്ത് ചെരുപ്പഴിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ വേറെ വർത്താനമൊന്നും പാടില്ല. മൊബൈൽ ഓഫ് ചെയ്യണം, പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ തന്നെ ഏറ്റവും മുമ്പിൽ പോയി എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വിശുദ്ധിയുടെ ഇടങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അശുദ്ധാത്മാവ് കീഴടക്കിയവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എങ്ങനെയെങ്കിലും അവരെ ആ അശുദ്ധാത്മാവിൽ നിന്ന് വിടുതൽ കൊടുക്കുവാനായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അതുമാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. വി ഹാവ് ടു കൺഫ്രണ്ട് ഇറ്റ്. അതിനെ നേരിടാതെ രക്ഷയില്ല. അതിൽ നിന്ന് അത് അംഗീകരിക്കാതെയും അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടും ഒരു കാര്യവും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും സമാധാനം നൽകുന്ന വാക്യം, കർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു അശുദ്ധാത്മാവിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ധൈര്യത്തിലേക്ക്, ഈ ഒരു കോൺഫിഡൻസിലേക്ക്, ഈ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അശുദ്ധാത്മാക്കളെ നേരിടുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക്, അതുപോലെ ആ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ വെറുക്കാതെ ആ അശുദ്ധാത്മാവിനെ വെറുക്കുവാനും അവന് വിടുതൽ കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.